കാൽവരിനാഥ മിനിസ്ട്രിയുടെ മോർണിംഗ് വോയിസിലേക്ക് ആർദ്രമായ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. മഹാനായൊരു വ്യക്തി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ വിശ്വസിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കേണ്ടുന്ന ദൈവം എൻ്റെ ആവശ്യങ്ങൾക്ക് കേവലം മറുപടി തരിക മാത്രമല്ല, എൻ്റെ ആവശ്യങ്ങൾ ഓരോ ദിവസം നടത്തി തരുന്നവനല്ല. അങ്ങനെ ഒരുവനെ വിശ്വസിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. മറിച്ച് എനിക്ക് സാധിക്കാത്ത, എനിക്കൊരിക്കലും നേടുവാൻ കഴിയാത്ത എൻ്റെ ഏറ്റവും വലിയ ആവശ്യത്തിന് തുണ നിന്ന് അത് പരിഹരിച്ച് തരുന്നവനാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം. സ്നേഹിത, അതാണ് കർത്താവായ യേശു ക്രിസ്തു. കേവലം ഭക്ഷണം തരുന്നവൻ, കേവലം വെള്ളം തരുന്നവൻ, അനുകൂലമായ കാലാവസ്ഥ തരുന്നവൻ, ശരീരത്തിന് ആരോഗ്യം തരുന്നവൻ മാത്രമല്ല കർത്താവ്. നമുക്കൊരിക്കലും സാധ്യമല്ലാതിരുന്ന നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, ജീവിതത്തിൻ്റെ നിത്യത, അത് സഫലീകരിച്ച് തന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. കേവലം ഭക്ഷണം തരുവാൻ ഈ ലോകത്തിന് കഴിയും, കേവലം ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് തരുവാൻ ലോകത്തിലെ അനേകർ നമുക്കുണ്ടാകും. പക്ഷേ ആത്മാവിൻ്റെ രക്ഷ നടപ്പിലാക്കുവാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിലെ സകല വ്യക്തികളിലും സകല ദൈവങ്ങളിലും ദേവന്മാരിലും യേശു ക്രിസ്തു മാത്രം വ്യത്യസ്തനായി നിൽക്കുന്നത്. നമ്മുടെ ദൈനംദിനമുള്ള സകല ആവശ്യങ്ങളും അതാത് സമയത്ത് ശാരീരിക ആരോഗ്യം ഉൾപ്പെടെ നമുക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകുന്നവൻ എന്ന് മാത്രമല്ല, അതിലുപരി നമ്മുടെ നിത്യ ജീവൻ നമുക്ക് പകർന്നു തരുന്ന, നിത്യ വീണ്ടെടുപ്പ് നൽകി തന്ന ഒരേ ഒരുവൻ കർത്താവ് യേശു ക്രിസ്തുവാണ്. അതാണ് അവൻ്റെ പ്രത്യേകത. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവറിയുടെ ക്രൂശിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, മാനവവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പെടഞ്ഞു മരിച്ച ഒരു കർത്താവ്, സകല വേദനകളും ഏറ്റെടുത്ത് സകല മാനവവർഗത്തിൻ്റെയും പാപം ഏറ്റെടുത്ത് മരണമനുഭവിച്ച ഒരു കർത്താവ്. എന്നാൽ അവൻ മരിച്ചുവെങ്കിലും നിത്യ ദൈവമാകിയാൽ, സത്യദൈവമാകിയാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം: നമുക്ക് ഏറ്റവും ആവശ്യമായിരുന്ന ഒന്ന്, നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, നമ്മുടെ ശരീരത്തിൻ്റെ ആ വിശുദ്ധി, അത് നൽകി തന്ന ഒരുവൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വായിക്കുന്നു: 40 വർഷക്കാലം അവരുടെ ചെരുപ്പ് ജീർണിച്ചു പോയില്ല. ഒരിക്കലും ലോക ചരിത്രത്തിൽ അത് സാധിക്കില്ല. കാരണം ഒരു ചെരുപ്പ് 40 വർഷം ഒരുമിച്ച് ഉപയോഗിക്കുവാനായിട്ട് കഴിയില്ല. പക്ഷേ എൻ്റെ കർത്താവ് ചിന്തിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് മുമ്പിൽ അസാധ്യങ്ങൾ സാധ്യമാകും. എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചാൽ, എൻ്റെ കർത്താവ് ഒരുവനെ ഉയർത്തുവാൻ ആരംഭിച്ചാൽ, ഒരുവനെ സംരക്ഷിക്കുവാൻ ആരംഭിച്ചാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നടക്കും. അത് ദൈവവചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. സ്നേഹിത, താങ്കളുടെ ജീവിതം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ 40 വർഷത്തിലേറെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. നമുക്ക് അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തരും. നമ്മുടെ അപ്രമേയമായ ചിന്തകളെ, നമ്മുടെ ആവശ്യങ്ങളെ നടത്തി തരിക മാത്രമല്ല, ഒരു വലിയ നിത്യ ജീവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന, ഒരു നിത്യവാസസ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കർത്താവ് യേശു ക്രിസ്തു. ഒന്ന്, ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് നമ്മുടെ ആവശ്യങ്ങളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ മേന്മ എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ്. നമുക്ക് വലിയൊരു പാപമോചനം ലഭിക്കുകയാണ്. അതിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്നേഹിത, താങ്കളുടെ സകല ആവശ്യങ്ങളെയും ദൈവം നടത്തി തരും. ഇസ്രായേലിനെ 40 വർഷം പരിപാലിച്ചതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ദൈവം താങ്കളെ പരിപാലിക്കും. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീരിന് മുമ്പിൽ മറുപടി തരുന്ന ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് നിവൃത്തീകരിച്ചു തരുന്ന ദൈവമേ, അതങ്ങ് മാത്രമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇസ്രായേലിനെ അവിടുന്ന് പരിപാലിച്ചത് ഞങ്ങൾ കേട്ടു. എന്നാൽ അതിനേക്കാൾ ഉപരി തൻ്റെ ജനത്തെ പരിപാലിപ്പാൻ, ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുവാൻ അങ്ങ് മതിയായ ദൈവമാകിയാൽ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി അവരെ പകരണമേ. അവിടുത്തെ കൃപ അവരുടെ മേൽ ചൊരിയണമേ. അവിടുത്തെ മനസ്സലിവ് അവരുടെ മേലുണ്ടാകണമേ. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം അവരെ ശക്തിപ്പെടുത്തണമേ. അവരെ ആത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മ നിറവിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വന്ന്, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വന്ന്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാനസാന്തരത്തോടെ മടങ്ങി വന്ന് ഒരു നല്ല ദൈവവേദലായി തീരുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജീവിതം അതാണല്ലോ. പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. വചനം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.